ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ കാണുന്നത് അടുത്തിടയ്ക്കാണ് സി ജിൻപിങ്, മറ്റേ ചൈനീസ് പ്രീമിയർ, പിന്നെയെന്ന് പറയുന്നത് പുടിൻ, റഷ്യ. അപ്പോൾ ഇവർ തമ്മിൽ കാണുകയുണ്ടായി. നമ്മളൊക്കെ എല്ലാവരും കണ്ടതാണ്. കാര്യം നരേന്ദ്രമോദിയും അവിടെ പോയതാണ്. അപ്പം ആ സമയത്ത് ഇവർ സി ജിൻപിങ്ങും ഉണ്ടായിരുന്നു, പിന്നെ എന്ന് പറയുന്നത് പുടിനും ഉണ്ടായിരുന്നു. ഈ സമയത്ത് അതായത് ഇവർ തമ്മിൽ ഒരു എന്താ പറയുക, എക്കാലവും ജീവിക്കാനായിട്ട്, കാര്യം അതുപോലെ അവർക്ക് സമ്പാദ്യമുണ്ട്, വെൽത്തുണ്ട്, പവറുണ്ട്. അപ്പോൾ അങ്ങനെ ആശിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. ഇതിനകത്തെന്ന് പറയുന്ന നേരത്ത് രണ്ടുപേർക്കും താല്പര്യം കാണിച്ചു. കൂടുതലും താല്പര്യം കാണിച്ച പുട്ടിനാണ്. പുട്ടിൻ എന്ന് പറയുന്ന നേരത്ത് ലോകത്തിലെ തന്നെ എലോൺ മസ്ക് പറയുന്ന നേരത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാണെന്നാണ് പറയണത്. സാധ്യതയുണ്ട്. കാര്യം പുള്ളി അവിടുത്തെ സ്വേച്ഛാധിപതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, ഇവർക്ക് അതായത് വളരെ ദുഃഖകരമായിരിക്കും അവർക്ക് ഇതൊക്കെ വിട്ടു പോകണ്ടേ. അത് ദുഃഖകരമായിരിക്കും. ഇപ്പം അവർ നോക്കാൻ നേരത്ത് അതായത് ഇപ്പം വളരെ കാശിറക്കുന്നുണ്ട്. റഷ്യ വളരെ കാശിറക്കുന്നുണ്ട്. ഒന്നെന്ന് പറയാൻ നേരത്ത് ബയോടെക്നോളജിയിൽ, പിന്നെയെന്ന് പറയാൻ നേരത്ത് കോശ പുനർജീവനം, അത് പിന്നെയെന്ന് പറയാൻ നേരത്ത് മറ്റേ അവയവ പുനരുജ്ജീവനം, ഇതിനൊക്കെ വളരെ കാശ് റഷ്യ ഇറക്കുന്നുണ്ട്. അതിനുവേണ്ടി അതായത് വലിച്ചു നീട്ടാൻ വേണ്ടി, ജീവൻ വലിച്ചു നീട്ടാൻ വേണ്ടി ഇറക്കുന്നുണ്ട്. അപ്പം പിന്നെയെന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ ധാർമ്മിക വശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കറക്റ്റായിട്ട് ഫെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല. നാട്ടിലൊക്കെ നടന്നാണ്. അവയവങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് പിന്നെ കച്ചവടമായി, ട്രാഫിക്കിംഗ് ആയി, പിന്നെ ആൾക്കാരെ തല്ലിക്കൊന്ന് അത് പിന്നെ ചില എന്താ പറയുക ഹോസ്പിറ്റൽസ് എടുത്ത് ആവശ്യക്കാർക്ക് വലിയ വിലയിൽ കൊടുക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഇതിനകത്ത് വേറൊരു പേടിപ്പിക്കുന്നതെന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഇപ്പം ഈ സ്വേച്ഛാധിപതികൾ മരിച്ചില്ലെങ്കിൽ വലിയ പണിയാവും. അത് അവരങ്ങനെ ജീവിച്ചിരുന്നാലും, കാര്യം അവർ പറയുന്നതെന്ന് പറയാൻ നേരത്ത് അതായത് അവയങ്ങൾ മാറാൻ നേരത്ത്, അവയങ്ങൾ ആവശ്യമുള്ളപ്പം മാറാൻ നേരത്ത് യുവത്വം വരും എന്നാണ് പറഞ്ഞത്. അപ്പം മുന്നോട്ട് പോകാൻ നേരത്ത് യുവത്വം വരും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. ജസ്റ്റ് തള്ളി നീക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് 150 വർഷമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം, ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട്, ഇപ്പോഴത്തെ മെഡിക്കൽ ഇത് വെച്ചിട്ട് 150 വർഷം വരെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. വീഡിയോ തീരുന്ന മുമ്പേ നമ്മുടെ തലച്ചോറ് അതൊരു അവയവമാണ്. അതുമെല്ലാം മാറ്റാൻ പറ്റുമോ? ഒരു ഐഡിയ ഉണ്ടോ? താങ്ക് യു.